ഹായ്, e-Pallikoodam's മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ ഞാനൊരു 4 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14th തൊട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇലക്ട്രിക് ഫ്ലക്സും ഗോസസ് തിയറവും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ 1.14 നോക്കിക്കേ. ഫിഗർ ഷോസ് ട്രാക്ക് ഓഫ് 3 ചാർജ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. നിങ്ങൾക്ക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. ഗീവ് ദ സൈൻസ് ഓഫ് 3 ചാർജസ്. വിച്ച് പാർട്ടിക്കിൾ ഗീവ് ദ സൈൻസ് ഓഫ് ദി ചാർജസ് വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൽ 3 ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ചാർജസിന്റെ സൈൻ ആണ് നമുക്ക് ആദ്യം ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ആ പാർട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദ വൺ മൂവിങ് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ് വിൽ ബി നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് പോകുന്നത്. സോ ദേ ആർ നെഗറ്റീവ് charge, and the third one which is moving towards the negative plate which is positive charge എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ അല്ലെങ്കിൽ Q/m എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം. അത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ Q/m വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആൻസർ ആണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഈ ഒരു ലൈൻ നോക്കിക്കേ. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാത്തപ്പോൾ നിങ്ങളൊരു ന്യൂട്രോൺ ആണ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വിടുന്നതെങ്കിൽ ആ ന്യൂട്രോൺ വിൽ ബി അൺഡിഫ്ലക്റ്റഡ്. അപ്പൊ അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിന് പോസിറ്റീവ് പ്ലേറ്റിലേട്ടോ നെഗറ്റീവ് പ്ലേറ്റിലേട്ടോ അതായത് Y ഡയറക്ഷനിലേക്ക് അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകില്ല. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ഓക്കെ. പക്ഷെ ഇവിടെ എല്ലാത്തിനും ആ ഒരു ഞാൻ വരച്ച ആ എക്സ് ആക്സിസില് അതായത് എക്സ് ഇന്ന് വൈയുടെ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് താഴേക്കോ അതിനെന്തുണ്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ബിക്കോസ് ദേ ആർ ചാർജ്ഡ് പാർട്ടിക്കിൾ. അത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ളത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാർട്ടിക്കിളാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് പാർട്ടിക്കിൾ ആണ് കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നത്. അതായത് ആ അൺഡിഫ്ലക്റ്റഡ് പാത്തിൽ നിന്ന് ആ ഡോട്ടഡ് ലൈനിൽ നിന്ന് ഏറ്റവും കൂടുതൽ Y ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് തേർഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തേർഡ് പാർട്ടിക്കിളിന്റെ Q/m റേഷ്യോ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് ആൻസർ എഴുതാം. The third one will have more Q/m value because it shows more deflection. It shows more deflection in along deflection along Y axis എന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അല്ല നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ തരാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ ഇതിന്റെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ when the charge is placed, ആ ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വരുമ്പോൾ it will experience a force. That force is given by F is equal to Q into E. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? F is equal to ma is equal to Q into E, where A is equal to QE by M. ഇപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ Q/m വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ആക്സിലറേഷൻ. ഓക്കെ. Q/m കൂടുതലാണെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ അത് എങ്ങനെയാണ് Y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. S is equal to ut plus half at square എന്ന് എടുക്കാം. ഇപ്പൊ ഇവിടെ S എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്? Y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. U എന്താണ്? U എന്ന് പറയുന്നത് Y ഡയറക്ഷനിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ്. ഇപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാർജ് ആ എൻറ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന് Y ഡയറക്ഷനിൽ ഒരു വെലോസിറ്റിയോ ഒരു സ്പീഡും ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ലീനിയർലി. സോ ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി വെലോസിറ്റി ഓർ ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദി എക്സ് ആക്സിസ്. സോ ഈ U നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. സോ ആ ടേം പോയി ഹാഫ് ഇൻറ്റു എക്ക് പകരം എന്തെടുക്കാം? QE/m ഇൻറ്റു T square. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും? Q/m കൂടുതലാണെങ്കിൽ if Q/m is more, Y will be more.
ഓക്കെ, ആ രീതിയിൽ വേണമെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂമറിക്കലിന്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഈസ് 1.15. 1.15 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക് ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? Phi is equal to B A cos theta എന്നുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ബി അല്ല, ഇ ആണ്. ബി വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇ അതിനകത്ത് ഇ ഒരു വെക്ടർ ആണ്, എ ഒരു വെക്ടർ ആണ്. ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡയറക്ഷൻ ഓഫ് എ. ഏരിയ നോർമലി നമ്മൾ സ്കേലർ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒക്കെ ലെസൺസിൽ നമ്മൾ അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് അതിന്റെ ഡയറക്ഷൻ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഏരിയ ഇങ്ങനെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നിങ്ങളുടെ ഏരിയ നിങ്ങൾ എക്സ് ആക്സിസിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ ഡയറക്ഷന് എടുക്കുന്നത്. അപ്പൊ ആ ഡയറക്ഷനും ഈ ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. നോക്കിക്കേ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു ഐ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് എക്സ് ആക്സിസ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ എ സ്ക്വയർ? ഒരു സ്ക്വയർ കൂടെ ഉള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൂസ് പ്ലെയിൻ ഈസ് പാരലൽ ടു y z പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ആക്സിസ് വരയ്ക്കുകയാണ്, എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പൊ എന്റെ സ്ക്വയർ ഇരിക്കുന്നത് വൈ ഇസഡ് പ്ലെയിനിന് പാരലൽ ആയിട്ടാണ്. അതായത് വൈ ഇസഡ് പ്ലെയിൻ ഇതാണ്, ഇവിടെയാണ് എന്റെ സ്ക്വയർ ഇരിക്കുന്നത്. എന്റെ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ, നമ്മുടെ പ്രശ്നം തീറ്റയാണ്. നമ്മൾ തീറ്റ എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെ ഇരിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ, ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇതാണ് നിങ്ങളുടെ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ആണ്. കോസ് 0 എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഫൈ കാൽക്കുലേറ്റ് ചെയ്യാം? ഫൈ ഈസ് ഈക്വൽ ടു ഇ 3 into 10 raised to 3 into 10 centimeter ആണെങ്കിൽ 10 into 10 raised to 10 centimeter എന്ന് പറയുമ്പോൾ എത്ര? 10 into 10 raised to -2 the whole square. അപ്പൊ എന്ത് വരും? 3 into 10 raised to 3 into this will be 1 into 10 raised to -2, and the answer will be how much? The answer will be 30 Newton meter square per coulomb. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യൂണിറ്റ് എഴുതാൻ മറക്കില്ല, 30 Newton meter square per coulomb ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതാണ്, പക്ഷെ ആംഗിൾ എന്താണ്? 60 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു ഈ സെയിം തന്നെയാണ്, 3 into 10 raised to 3 into 10 into 10 raised to -2 the whole square into 1/2. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്ത് വരും? 15 Newton meter square per. ഇതാണ് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ. എപ്പോഴും നോക്കേണ്ടത് എക്ക് ഡയറക്ഷൻ ഉണ്ട്, ഏരിയക്ക് ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഏരിയയുടെ ഡയറക്ഷൻ വരുന്നത്? നിങ്ങൾ എടുക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലാണ് ഏരിയയുടെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം തീറ്റ എടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് 1.16 ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1.16 ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ദി നെറ്റ് ഫ്ലക്സ് ഓഫ് ദി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എക്സസൈസ് 1.15 ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് 20 centimeter oriented so that its faces are parallel to the coordinate planes. ഓക്കെ, ഇപ്പൊ വായിച്ചൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് നെറ്റ് ഫ്ലക്സ്? നെറ്റ്ഫ്ലിക്സ് അല്ല കേട്ടോ, നെറ്റ് ഫ്ലക്സ് ആണ്. നെറ്റ് ഫ്ലക്സ് ഓഫ് ദി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ക്യൂബ് ഓഫ് 10 centimeter. നിങ്ങൾക്ക് ഒരു 10 centimeter, നേരത്തെ നമ്മൾ സ്ക്വയർ ആയിരുന്നു എടുത്തത്, നിങ്ങൾക്ക് ഒരു 10 centimeter, ഒരു 20 centimeter ഒരു സൈഡ് ഉള്ള ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ
ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു സ്ക്വയർ ആയിരുന്നു വെച്ചിരുന്നത്, അതിന് പകരം നിങ്ങൾ ഒരു ക്യൂബ് ആണ് വെക്കുന്നതെങ്കിൽ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഫൈയുടെ വാല്യൂ എന്താണെന്ന് എഴുതാം, 0 ആണെന്ന് എഴുതാം. ബിക്കോസ് ഇത് ക്യൂബ് എന്ന് പറയുന്നത് ഒരു ഗോസിയൻ സർഫസ് ആണ്, ഒരു 3 ഡയമെൻഷണൽ ഗോസിയൻ ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പൊ ക്ലോസ്ഡ് സർഫസിനിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be equal to the net charge enclosed by the surface. ഇപ്പൊ ഈ ക്യൂബിനകത്ത് ചാർജ് ഉള്ളതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ ഈ ഒരു ഗോസിയൻ സർഫസ് അല്ലെങ്കിൽ ഈ ഒരു ക്യൂബിനകത്ത് യാതൊരു ചാർജും ഇല്ല. അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ വേറൊരു രീതിയിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇത് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്, ഇസഡ് ആക്സിസ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത് ആണല്ലോ. എക്സ് ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഈ ഒരു ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. അപ്പൊ ഓരോ ഫേസും ഞാൻ ആദ്യം ഈ 2 ഫേസിന് എടുത്ത് നോക്കുവാണ്. ഇപ്പൊ ഈ മുകളിലുള്ള ഫേസിന്റെ ഏരിയ വെക്ടർ മുകളിലേക്കാണ് വരുന്നത്. ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇത് അതായത് വൈയുടെ ഡയറക്ഷന്റെ. അതേപോലെ തന്നെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷനിലാണ് വരുന്നത്. അത് തമ്മിലുള്ള ആംഗിൾ എത്രയാവും, 90 ആവും. 90 ആവുമ്പോൾ cos 90 0. സോ ഇവിടുത്തെ ഫ്ലക്സ് എന്താണ്, ഈ ഫസ്റ്റ് സർഫസിലെ ഫ്ലക്സ് 0 ആണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ഏരിയയുടെ വെക്ടർ താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ, അതായത് -y ഡയറക്ഷൻ. എക്സ് ആക്ട് ചെയ്യുന്നത് ഈ ആക്ട് ചെയ്യുന്നത് എക്സ് ഡയറക്ഷൻ. സോ അവിടെ ആംഗിൾ 90 ആണ്, ഇവിടെ എന്ത് ചെയ്യും, 0 വരും. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പോർഷൻസ് നിങ്ങൾ നോക്കിക്കേ. ഞാനിത് തേർഡ് സർഫസ് ആയിട്ട് എടുക്കുകയാണ്. ഈ തേർഡ് സർഫസിലെ ഏരിയ വെക്ടർ ബാക്കിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്ക് പോകും, ബാക്കിലേക്ക് പോകും, എക്സ് അതായത് -z ഡയറക്ഷനിലായിരിക്കും. ഈ ഡയറക്ഷനിലാണ്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫൈ 0 വരും. അപ്പൊ ഫൈ 3ഉം 0 വരും, ഫൈ 4ഉം 0 വരും. ഫ്രണ്ടിലുള്ള കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ പ്രശ്നം സൈഡിലുള്ള 2 കേസസ് ആണ്. ഈ സൈഡിലുള്ള 2 കേസസ് എങ്ങനെയാണ്, ഇവിടെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, EA ആണ് നിങ്ങളുടെ ആൻസർ. ബിക്കോസ് cos θ 0 ആയി, അപ്പൊ അവിടെ cos θ 0 ആയി, അപ്പൊ cos θ 1 ആയി. അപ്പൊ നിങ്ങളുടെ ആൻസർ EA വരും. അതേസമയം ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങളുടെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, നിങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ആംഗിൾ എത്ര വരും, 180 വരും. cos 180 -1. അപ്പൊ നിങ്ങളുടെ ആൻസർ എത്ര, -EA ആണ് നിങ്ങളുടെ ആൻസർ. -EAയും +EAയും കൂടെ കൂടുമ്പോ എത്ര വരും, the answer will be equal to 0. അതായത് എത്രമാത്രം ഫ്ലക്സ് അകത്തേക്ക് പോകുന്നു അത്രത്തോളം ഫ്ലക്സ് പുറത്തേക്ക് പോകും. സോ ആ ഒരു സർഫസിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോസസ് തിയറം അനുസരിച്ച് since there is no charge enclosed by the cube will not produce any kind of flux എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, 17th ക്വസ്റ്റ്യൻ. 17 ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെയും ഔട്ട്വേർഡ് ഫ്ലെക്സ് ത്രൂ ദ സർഫസ് ഓഫ് എ ബോക്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലെക്സ് ആണ്. വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഗോസസ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. phi is equal to q by epsilon 0. അപ്പൊ ചില ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ EA cos θ ഇവിടെ യൂസ് ചെയ്യാത്തത്, ബിക്കോസ് ഇവിടെ E തന്നിട്ടില്ല, A തന്നിട്ടില്ല. അപ്പൊ പിന്നെ അത് ആലോചിച്ചിട്ട് തന്നെ കാര്യമില്ല. നമുക്കുള്ളത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ വി വിൽ ഗോ ഫോർ q by epsilon 0. q എന്ത് വരും, q is equal to 5 into epsilon 0 വരും. ഫൈയുടെ വാല്യൂ എത്രയാ, 8 into 10⁻³ ആണ് ഫൈയുടെ വാല്യൂ. എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാ, 8.85 into 10⁻⁻12. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, this will be almost equal to 0.05 മൈക്രോ കൂളോംബ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാനോ കൂളോംബിന്റെ ബേസിൽ വേണമെങ്കിലും എഴുതാം. 70.8 എന്ന് വരും നാനോ കൂളോംബിന്റെ ബേസിലാണ് നിങ്ങൾ, ബിക്കോസ് നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ -9 8.85 into 8 വരുമ്പോൾ 70. ഓക്കെ, 70.8 into 10⁻⁻, നാനോ കൂളോംബ് റേഞ്ചിൽ വരും. അത് വേണമെങ്കിൽ ആൻസർ എഴുതാം.
ഇനി അടുത്ത പാർട്ട്, if the net outward flux through a surface of the box were 0, ഫ്ലക്സ് 0 ആണ്. ഓക്കെ, അതിന്റെ മീനിങ് Q 0 ആണെന്നാണോ എന്നാണ്. അതായത് ഒരു ബോക്സിൽ നിന്നുള്ള ഫ്ലക്സ് 0 ആണ്. അതിന്റെ മീനിങ് അതിനകത്ത് യാതൊരു ചാർജും ഇല്ല എന്നതാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയല്ല. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ചാർജ്, അകത്തുള്ള ചാർജ് 0 ആണ്. ആക്ച്വലി അത് ചാർജ് അല്ല, നെറ്റ് ചാർജ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്യൂബിനകത്ത് ചാർജ് ഉണ്ട്. ഓക്കെ, ഒന്ന് മൈനസ് ക്യൂ ചാർജും ഒന്ന് പ്ലസ് ക്യൂ ചാർജുമാണ്. രണ്ട് ചാർജ് ഉണ്ട്. അപ്പൊ ഈ കേസിൽ നമുക്ക് ക്യൂബിനകത്ത്, ബോക്സിനകത്ത് ചാർജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. there is charge but the net charge is 0. അപ്പൊ നിങ്ങൾ എന്ത് പറയും? there were no charges inside the box. Why or why not? Flux equal to 0 doesn't mean that there is no charge inside the box. It means the net charge inside the box is 0 എന്ന രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതണം. ഓക്കെ, ഫ്ലക്സ് ഈക്വൽ ടു 0 doesn't mean that there is no charge. ഫ്ലക്സ് 0 ആണെന്നുള്ളത് കൊണ്ട് ബോക്സിനകത്തെ ചാർജ് 0 ആണെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലെക്സിനകത്തുള്ള നെറ്റ് ഫ്ലെക്സിനകത്തല്ല, ബോക്സിനകത്തുള്ള നെറ്റ് ചാർജ് 0 ആണെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആൻസർ എഴുതുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. അടുത്തത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിലേ ഉള്ളൂ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ 5 സെന്റിമീറ്റർ മുകളിലായിട്ട് നമ്മൾ ഒരു ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാർജിന് ഓർത്ത് നോക്കിക്കുക, എല്ലാ ഡയറക്ഷനിലേക്കും ഫ്ലെക്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൽ കൂടെ എത്ര ഫ്ലെക്സ് പാസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആ മെത്തേഡ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഗോസസ് തിയറം ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇവിടെ പക്ഷെ ഗോസസ് തിയറം നമുക്ക് സ്ക്വയറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ഗോസസ് തിയറം കൂടുതലും നമ്മൾ 3D ഷേപ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം, 3D സ്ട്രക്ചർ ആയിരിക്കണം. അപ്പൊ ഇതൊരു ഗോസിയൻ സർഫസ് അല്ല സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ക്വയറിനെ നമുക്ക് എളുപ്പമാക്കാൻ പറ്റിയ ഒരു ഗോസിയൻ സർഫസ്, ഒരു 3D ഷേപ്പ് ഏതാ? ഞാനതിനെ ഒരു ക്യൂബ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ഞാൻ ആ ക്യൂബിന്റെ സെന്ററിൽ, അതായത് ക്യൂബ് 10 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബാണ് ഞാൻ എടുക്കുന്നത്. ആ ക്യൂബിന്റെ ഈ ഒരു 5 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്ന ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്യൂബ് ആണെങ്കിൽ, ഒരു ഗോസിയൻ സർഫസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? phi is equal to Q by epsilon 0 എന്ന് ഉള്ളതാണ്. ക്യൂബ് എന്ന് പറയുന്നത് 6 സൈഡ്സ് ഉള്ള ഒരു ഫിഗർ ആണ് അല്ലെ. അതിൽ ഒരു സൈഡ് ഒരു സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഉള്ളത് എത്രയായിരിക്കും? ഇത് 6 സൈഡുള്ള ഒരു ക്യൂബിൽ കൂടെ ഉള്ള ഫ്ലക്സ് ആണ് Q by epsilon 0. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഉള്ള, ഒരു ഫേസിൽ കൂടെ ഉള്ളത് എത്രയായിരിക്കും? Q by 6 epsilon 0. എന്തുകൊണ്ട് ഞാൻ 6 എടുത്തത്? ബിക്കോസ് 6 ഫേസസ് ആണ് ഉള്ളത്. എല്ലാ ഫേസിൽ കൂടെ ഉള്ളതാണ് Q by epsilon. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൽ കൂടെ ഉള്ളത് Q by 6 epsilon 0 ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയാ? 10 into 10 raised to minus 6 divided by 6 into 8.85 into 10 raised to minus 12 എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഗോസിയൻ സർഫസിന്റെ അകത്ത് ആക്ച്വലി നമുക്ക് ഏരിയയുടെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല. അതൊന്നും ഇതിനകത്തൊരു ഫാക്ടർ ഒന്നും അല്ല. നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1.88 into 10 raised to minus 5 എന്നുള്ളതാണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പവർ -5 വരില്ല, +5 1.88 into 10 raised to +5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതും ഇതേപോലുള്ള ഒരു തരം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1.19 a point charge of 2 microcoulomb is at the center of a cubic Gaussian surface of 9 centimeter on it. ആക്ച്വലി ക്യൂബിക് ലൈക് ക്യൂബിന്റെയും ഗോസിയൻ സർഫസിന്റെയും ഒന്നും ഡയമെൻഷൻ ഒന്നും നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. വാട്ട് ഈസ് ദ ഫ്ലക്സ്? നമുക്ക് ചാർജ് മാത്രം മതി. വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദി സർഫസ്? phi is equal to എത്രയാ വരുന്നത്? Q by epsilon 0. അപ്പൊ Q എത്രയാ വരുന്നത്? 2 into 10 raised to minus 6 divided by 8.85 into 10 raised to minus 12. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.9 into 10 raised to 5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്.
ഓക്കെ 2 into 10 raised to minus 6 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ തൊട്ട് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ അതൊരു കണ്ടക്ടിങ് സ്ഫിയറിന്റെ കേസിൽ അതേപോലെ ഇൻഫിനിറ്റ് ലോങ് ഷീറ്റിന്റെ കേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത 20, 21, 22, 23, 24 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് റീസൺ എന്നും കമന്റ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.